എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം കാണുക എന്ന് പറയുന്നത്. ഞാൻ, ശാലുവും ചിത്ര, ഞങ്ങൾ 3 പേരുടെ ട്രെയിനിൽ അമ്പലം കാണുവാൻ വേണ്ടി പോയി. എറണാകുളത്തു നിന്നായിരുന്നു ബുക്കിംഗ് ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയത്. ആ അപ്പർ ബർത്തിൽ കിടന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. താഴേക്ക് കാലെടുത്ത് കമ്പിയിലേക്ക് വെച്ചപ്പോൾ അവിടെ നിന്ന് ചക്ക വെട്ടിയിട്ട പോലെ താഴെ വന്ന് വീണു. എല്ലാവരും കണ്ടു. സത്യം പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയും ഇങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു. അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റാഫിനോട് ചോദിച്ചു എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടോ ചോദിച്ചപ്പോൾ 1.5 മണിക്കൂർ യാത്രയാണെന്ന് പറഞ്ഞു. അവിടെ ഒരു ഫ്രഷായിട്ട് ഞങ്ങൾ കൈ കിട്ടിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വളരെയധികം ഭക്തജനതകളുടെ തിരക്കായിരുന്നു അത് ഞായറാഴ്ചയായിരുന്നു. പക്ഷേ അതിനെല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു അവർ മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ദക്ഷയാഗം നടന്ന സതീദേവി ആത്മാഹുതി ചെയ്ത നമ്മുടെ കൊട്ടിയൂരിൻ്റെ മണ്ണിലേക്ക് എത്തി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എൻ്റെ മഹാദേവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും. മനസ്സറിഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ചു. അന്നവിടെ രോഹിണി മഹോത്സവം അന്നായിരുന്നു. അതായത് ആലിംഗന പൂജ എന്ന് പറയുന്ന ഒരു പൂജയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ഭക്തജന തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉള്ള ചടങ്ങുകൾ നടക്കുകയായിരുന്നു. 1 മണിക്കൂറോളം ആ പൂജയ്ക്ക് എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാവലിപ്പുഴയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ ഒരുപാട് കല്ലുകൾ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും തപ്പിയെടുത്ത് കുറേ കല്ലുകളെടുത്ത് അടുക്കി വെക്കാൻ ശ്രമിച്ചു. ഈ കല്ലുകളെടുത്ത് അടുക്കി വെക്കുന്നൊരു ശ്രമമായപ്പോൾ മനസ്സിലൊരു ആഗ്രഹങ്ങളൊന്നും കണ്ടില്ല. ചുമ്മാ കല്ലുകൾ പെറുക്കിയെടുത്ത് അടുക്കി വെച്ചു, താഴെ വീഴല്ലേ എന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ ചേച്ചിയുണ്ട്, ചിത്രയുണ്ട്, ഞങ്ങളെല്ലാവരും ചേർന്ന് പുഴയുടെ തീരത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കിടന്നിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ എന്നെ നോക്കുന്നത് കണ്ടു കേട്ടോ. ഞാൻ അപ്പം സൗമ്യയെ പേര് ഓർത്തിരിക്കുന്നു ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. വന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വരികയും ഒത്തിരി ആൾക്കാർ, ഒത്തിരി അമ്മമാർ, ചേച്ചിമാർ, എല്ലാവരും, അനുജത്തിമാരെല്ലാവരും വന്നു. അങ്ങനെ ഒരു ഒരു ആലിൻ്റെ താഴ്വശത്ത് ഇതുപോലെ കുറേ കല്ലുകൾ അടുക്കി വെച്ചേക്കുന്നു. ഇവിടെയാണെങ്കിലും മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞൊന്ന് അടുക്കി വെക്കണമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴും കല്ല് താഴെ പോവല്ലേ എന്നുള്ള ഒരു വെപ്രാളത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തിരുന്ന കല്ലെല്ലാം ഞാൻ ഉരുട്ടി താഴെ ഇട്ടു. അപ്പോഴാണ് അവിടെ നിന്നൊരു അമ്മ വന്ന് എൻ്റെ മോളെ സൗമ്യയെ എന്ന് വിളിച്ചു. ഞാൻ ആ അമ്മയുടെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത്. അപ്പോഴാണ് ഈ പുണ്യഭൂമിയിൽ മഴ പെയ്തു അല്ലേ, യാഗം നടക്കുമ്പോൾ മഴ പെയ്യുമെന്ന് പറയുന്ന പോലെ മനസ്സും ശരീരവും നിറഞ്ഞു നിന്നു. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കണ്ടപ്പോൾ കുറേ മാലകൾ, കമ്മലുകളും ഒരുപാട് കടകൾ കണ്ടു. ഇത് 50 രൂപയുള്ളൂ ഈ മാലയ്ക്കൊക്കെ, പിന്നെ കമ്മലുകളും. പക്ഷേ എനിക്ക് ഒരുപാട് കാണാൻ ഇഷ്ടം, പക്ഷേ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, ഇടുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഈ ഓടപ്പൂ വിൽക്കുന്ന പിള്ളേരെ കണ്ട്, കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതും ഓടപ്പൂ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ കൺകുളിർക്കെ കണ്ടു. അങ്ങനെ ഈ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്പലം അടച്ചു. പിന്നെ അവിടുന്ന് കിട്ടിയ ഒരു അന്നദാനം, ഒരുപാട് കറികൾ ചേർന്നൊരു അന്നദാനം കിട്ടി. മനസ്സ് സംതൃപ്തിയോടെ അമ്പലത്തിൽ നിന്നും യാത്ര പറഞ്ഞു.